മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പോൾ ഈ അടുത്ത PSC പരീക്ഷകൾക്ക്, LDC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ കൂടുതൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാട്ടോ. നോക്കൂ, സംഗീത നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ഏതിനെ? സംഗീത നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ഗ്വാളിയോറിനെയാണ്. സംഗീത നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് മധ്യപ്രദേശിലെ ഗ്വാളിയോറിനെയാണ്. അടുത്തത്, നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയുടെ പേരെന്ത്? പേര് ഉറവ തേടി എന്നാണ്. അതായത് നവകേരള മിഷന്റെ ഭാഗമായി നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, അതുമായി സഹകരിച്ചുകൊണ്ട് ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയുടെ പേരാണ് ഉറവ തേടി. എന്താ പദ്ധതിയുടെ പേര്? ഉറവ തേടി. അടുത്ത നോക്കൂ, 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥ്യം വഹിച്ച രാജ്യം സൗദി അറേബ്യ. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കേട്ടോ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥ്യം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. അടുത്തത്, മൺസൂൺ ക്രോക്കസ് ബയോബ്ലിറ്റ്സ് 2024 എന്ന പദ്ധതി ആരംഭിച്ചത് ആര്? കേരള വന ഗവേഷണ കേന്ദ്രം, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. മൺസൂൺ ക്രോക്കസ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി ആരംഭിച്ചത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് കേരള വന ഗവേഷണ കേന്ദ്രം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യമാണ് മാലിദ്വീപ്. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തില് ജനരോഷം വർദ്ധിച്ചതുകൊണ്ട് ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ, LDC പരീക്ഷയിൽ ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബറുവ. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബറുവ. നെക്സ്റ്റ് വൺ, ഗൂഗിളിന്റെ പുതിയ AI സംവിധാനത്തിന്റെ പേരെന്താണ്? ഗൂഗിളിന്റെ പുതിയ AI സംവിധാനത്തിന്റെ പേര് ജെമിനി എന്നാണ്. എന്താണ് പേര്? ജെമിനി. നെക്സ്റ്റ് വൺ, അടുത്തിടെ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേരെന്താ? ഇൻസാറ്റ് 3DS. അടുത്തിടെ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേര് ഇൻസാറ്റ് 3DS. അടുത്തത്, കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ M. ഷാജർ. ആരാണ്? M. ഷാജർ. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. ഒന്നുകൂടെ നോക്കാം നമുക്ക്. സംഗീത നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് മധ്യപ്രദേശിലെ ഗ്വാളിയോറിനെയാണ്. അടുത്തത്, നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയുടെ പേരാണ് ഉറവ തേടി. 2024 ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥ്യം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. മൺസൂൺ ക്രോക്കസ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി ആരംഭിച്ചത് കേരള വന ഗവേഷണ കേന്ദ്രം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യമാണ് മാലിദ്വീപ്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബറുവ. അടുത്തത്, ഗൂഗിളിന്റെ പുതിയ AI സംവിധാനത്തിന്റെ പേരാണ് ജെമിനി. നെക്സ്റ്റ് വൺ, അടുത്തിടെ വിക്ഷേപിച്ച ഇന്ത്യ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേര് ഇൻസാറ്റ് 3DS എന്നാണ്. അടുത്തത്, കേരള യുവജനകാര്യ കമ്മീഷന്റെ ചെയർമാൻ M. ഷാജർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കാനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് ഡിജിറ്റൽ ഇന്ത്യ. എന്താ പദ്ധതിയുടെ പേര്? ഡിജിറ്റൽ ഇന്ത്യ എന്നാണ്. അപ്പൊ ഇത്രയാണ്
നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ പഠിക്കുന്ന 10 ക്വസ്റ്റ്യൻ ആണ്. ഈ 10 ക്വസ്റ്റ്യനും ഈ അടുത്തിടയ്ക്ക് LDC പരീക്ഷകളിലും മറ്റു പരീക്ഷകളിലുമായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി മനസ്സിലാക്കി വായിച്ചും കേട്ടും നിങ്ങൾ പഠിക്കുക. നോട്ട് എഴുതിയെടുക്കണം എന്നുള്ളവർ നോട്ട് എഴുതിയെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.